ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു നല്ല വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് മെയിൻലി വ്ളോഗേഴ്സിന് വ്ളോഗിങ്ങിലേക്ക് ചാടി ഇറങ്ങുന്ന പുതിയ യുവതലമുറയ്ക്കുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു കുറേ വ്ളോഗേഴ്സ് ഫേമസ് ആയി പോയ ആൾക്കാരുണ്ട്, കൊച്ചിയിലും നമ്മുടെ കേരളത്തിലുമായിട്ട്. എടുത്തു പറയാനാണെങ്കിൽ ഇവരെല്ലാം കയറി പോയിരിക്കുന്നത് കുറേ ഒരു 90% അത്യാവശ്യം നല്ല വൈറലായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് കയറി പോയിട്ടുള്ളത്. അപ്പോൾ വ്ളോഗേഴ്സ് ആവാൻ താല്പര്യപ്പെടുന്നവർ വീടും കുടുംബവും കുറച്ചൊക്കെ ഒന്ന് മറന്നിട്ട് വേണം ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് ഞാനിപ്പോഴേ പറയുന്നുണ്ട്. കുറച്ച് വൈറലാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു കേസും പിന്നെ ചിലപ്പോൾ പെണ്ണ് കേസും വരും, സ്വാഭാവികം. അത് നിങ്ങളുടെ കയ്യിൽ പോലിരിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ. പല ഹണി ട്രാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫേമസ് ആയ 1,00,000 ഫോളോവേഴ്സൊക്കെ ആകുമ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് വരും. ട്രാപ്പാണത്, സൂക്ഷിക്കുക. അങ്ങനെ ആ കേസുകളൊക്കെ ആയിട്ട് വരും. അതിലേക്കൊക്കെ വീഴാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ബ്ലോഗേഴ്സ് ആവാൻ ശ്രമിക്കുന്ന ആണായാലും പെണ്ണായാലും ആരായാലും, അങ്കിൾമാരാണെങ്കിലും ആൻറ്റിമാരാണെങ്കിലും അപ്പനായാലും അപ്പൂപ്പനായാലും ആരാണെങ്കിലും ഇങ്ങനെ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് ഇതിന്. അതുകൊണ്ടിട്ട് സൂക്ഷിച്ച് കണ്ടും മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങുക. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ, മറ്റേ മെസ്സേജ് പറഞ്ഞ പോലെ എല്ലാവരും നിങ്ങളെ പുച്ഛിക്കും, പിന്നെ അവർ സൈലൻ്റ് ആവും, പിന്നെ നിങ്ങളെ ക്ലാപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഇതിലും. അതാണ് ബ്ലോഗിങ്. ഫണ്ട് കിട്ടാണ്ടാവും വീട്ടിൽ നിന്ന്, അരി കിട്ടൂല. കാശില്ലാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അരി കിട്ടൂല. അതുകൊണ്ടിട്ട് ഒരു ബ്ലോഗർ ആവാൻ താല്പര്യപ്പെടുമ്പോൾ ബാക്ക് സപ്പോർട്ട് ഉണ്ടാകുന്ന നോക്കുക. വീട്ടിൽ ആരെങ്കിലും നമുക്ക് സപ്പോർട്ട് തരാൻ, അപ്പനോ അമ്മയോ ചേട്ടനോ അനിയത്തിയോ കാര്യങ്ങളൊക്കെ അരി മേടിച്ച് വെക്കാൻ വേണ്ടി ഉള്ള വകുപ്പുണ്ടെന്ന് നോക്കുക. അല്ലാതെ ചാടി കയറി വ്ളോഗിങ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ട് പോകാതിരിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് തരാൻ ആൾക്കാരുണ്ടായിരിക്കണം. പിന്നെ ആക്ച്വലി മസ്റ്റായിട്ടും വേണം. അല്ലാതെ ഈ പരിപാടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഞങ്ങൾ ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുന്ന കേസാണ്. ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫണ്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ കാശ് വേണം. വ്ളോഗിങ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ പണി പോകും. ഒന്നാമത്തെ കാര്യം, വർക്ക് ഉണ്ടെങ്കിൽ വർക്കിങ്ങിൽ ആ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേറേതാണ്. വീഡിയോ ഉണ്ടാക്കുക, വീഡിയോയിൽ കണ്ടൻറ്റ് പക്കയാക്കുക, SEO ചെയ്യുക, അത് അപ്ലോഡ് ചെയ്തിട്ട് റീച്ച് കിട്ടിയില്ല, വ്യൂ കിട്ടിയില്ല, ഇത്ര മാസം കാത്തിരിക്കണം. സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഒന്ന് റീച്ച് കിട്ടി കുറച്ച് ഫോളോവേഴ്സിന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തൊക്കെ പരിപാടി കാണിക്കണം. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടുപ്പോയി പോകും. സോ അങ്ങനെ ഒന്നും അത്ര കറുത്ത് കുറിച്ച് ഞാൻ പറയുള്ള. നിങ്ങൾക്ക് നല്ലൊരു കണ്ടൻറ് ഉണ്ടെങ്കിൽ ആ കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു IT ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ഫീൽഡാണ്, എന്തെങ്കിലും ആവട്ടെ, ആ കണ്ടൻറ്റ് നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു കണ്ടൻറ്റാക്കി നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. ഇതാണ് എനിക്ക് വലിച്ചു നീട്ടാണ്ട് പറയാനുള്ളത്. അല്ലാതെ വിത്തും പേരും അറിയാതെ ഒരിക്കലും വ്ളോഗിങ്ങിലേക്ക് ചാടി വീഴാതിരിക്കുക കേട്ടോ. ഇതെൻ്റെ ഒരു അഡ്വൈസായിട്ട് കൂട്ടാം. പണി പഠിച്ച ഒരാളുടെ അഡ്വൈസായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. എനിക്കിപ്പോൾ വലിയ ഫോളോവേഴ്സൊന്നും ഇല്ല, പക്ഷേ താമസിയാതെ ഞാനത് ഫോളോവേഴ്സ് ആക്കി എടുക്കും. അത് വേറെ കാര്യം. ഞാനിതിൻ്റെ കുറേ കുറുക്ക് വഴികളും യൂട്യൂബിൻ്റെ ഉടായ്പകളൊക്കെ കിട്ടി പഠിച്ചത് കൊണ്ടിട്ട് എനിക്കറിയാം ഇത്രയും ഫോളോവേഴ്സ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. സോ അതൊന്നും മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 100 ഇരട്ടി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ആവശ്യമുള്ള ആൾക്കാർ മാത്രം കമൻറ്റ് സെക്ഷനിൽ പ്രൈവറ്റായിട്ട് ചോദിക്കുക, പറഞ്ഞു തരാം. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള ആൾക്കാർ ചോദിച്ചു, പറഞ്ഞുതരാം. അപ്പോൾ സൂക്ഷിക്കുക. വ്ളോഗിങ് ഒരു പ്രൊഫഷനാക്കാൻ താല്പര്യമുള്ളവരെ ഞാൻ നിരാശപ്പെടുത്തുകയല്ല ഒരിക്കലും. നിങ്ങൾ മസ്റ്റായിട്ടും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം വ്ളോഗിങ്ങിലേക്ക് ചാടി ഇറങ്ങാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോൽവിയായിരിക്കും മക്കളെ. ജയിച്ചു വാ.